സർജറി കഴിഞ്ഞ് 7 ദിവസം അതിവേഗം കടന്നുപോയി. അവരെ കൂട്ടാൻ പോകാനുള്ള തയ്യാറെടുപ്പിലാണ് സീതയും അഫിയും. അവൻ പുറത്തെ ബാത്റൂമിൽ നിന്ന് കുളിക്കുന്നുണ്ട്. അഫി വരും മുന്നേ സാരി ചുറ്റാനുള്ള തത്രപ്പാടിലാണ് ലക്ഷ്മി. ഈ കോലത്തിൽ കണ്ടാൽ പിന്നെ ഇന്ന് ഹോസ്പിറ്റൽ പോക്ക് നടക്കില്ല എന്ന് അവൾക്കറിയാം. എന്നാലും US-ൽ പഠിച്ചു വളർന്നതിന് സാരിയോട് ഇത്ര ഭ്രമം തോന്നാൻ കാരണം എന്താവും? മുടിയിൽ ചെറിയൊരു ക്രാബും വെച്ചു. നെറ്റിയിൽ പൊട്ടും സിന്ദൂരവും തൊട്ടു. കഴുത്തിൽ നോട്ടം എത്തുമ്പോൾ ശരീരം തളരുന്നത് പോലെ തോന്നി. മറ്റൊരു താലി ഒരുക്കാൻ കാശില്ലാത്തത് കൊണ്ടാണോ? അല്ല, അഫിക്ക് അതിന് സമയമില്ല. ഈ കാര്യത്തിൽ മാത്രം എന്നോട് ദേഷ്യ. സങ്കടത്തോടെ പുറത്തേക്ക് ഇറങ്ങിയതും ഒരു കാവി ലുങ്കിയും ചുറ്റി തല തുവർത്തി മുൻവശത്തെ വാതിൽ കടന്ന് അകത്തേക്ക് വരുന്നവനെയാണ് കണ്ടത്. എൻ്റെ ഭഗവാനെ, ചുമ്മാതല്ല ഓരോന്ന് പിന്നാലെ നടന്നത്. ഇത് രാവണനോ അതോ രാമനോ? അവൾ ആ നിൽപ്പ് നിന്നു. അഫി മുന്നിൽ വന്നത് ലക്ഷ്മി അറിഞ്ഞില്ല. അവൻ തലയൊന്ന് കുടഞ്ഞതും അവളുടെ മുഖത്തേക്ക് വെള്ളത്തുള്ളികൾ തെറിച്ചു. ലക്ഷ്മി ചമ്മലോടെ ചുവരിലേക്ക് ചേർന്ന് നിന്നു. ചുവപ്പിൽ പച്ച ബോർഡറുള്ള സാരിയാണ്, പച്ച ബ്ലൗസും. സിമ്പിൾ കോട്ടൺ സാരി. അതിൽ അവളുടെ അംഗലാവണ്യം എടുത്തു കാണിക്കുന്നു. അവൻ്റെ നോട്ടം അത് ആഗ്രഹിച്ചത് കൊണ്ടാണ് ഇത്രയും സമയമെടുത്ത് ചുറ്റിയത് തന്നെ. മുൻപൊക്കെ എങ്ങനെയും സാരി വാരി ചുറ്റും. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ആ ഒരുവനെ കാണിക്കുക എന്ന ദുരുദ്ദേശം കൂടിയുണ്ട്. നീ ആര്? മത്സ്യകന്യകയോ? അവളിലേക്ക് അമർന്നു നിന്ന് പറഞ്ഞു. ലക്ഷ്മി മറ്റേതോ ലോകത്താണ്. അവൻ്റെ ചുണ്ടനങ്ങുന്നു. അത്രമാത്രം അവനിൽ സീത ലയിച്ചു പോയിരുന്നു. അണിവയറ്റിൽ ഇഴഞ്ഞു നീങ്ങുന്ന വിരലിൻ്റെ തണുപ്പ്. അവൾ ഏങ്ങലോടെ ശ്വാസം ഉള്ളിലേക്ക് വലിച്ചു. അഫി അവൻ്റെ നെഞ്ചിൽ കൈകുത്തി പിന്നിലേക്ക് തള്ളി. എന്താടി, നീയല്ലേ? രാവണൻ പാവം വീണു പോകുന്നതാ. പിന്നെ ഈ കിണറ്റിലെ വെള്ളത്തിന് നല്ല തണുപ്പ്. എനിക്കെന്തോ പോലെ. വാ, നമുക്ക് പോകാം. അച്ചമ്മ ചുമച്ചു. രണ്ടും കൂടി അങ്ങോട്ടേക്ക് നോക്കി. അഫി ഒരു ചിരി പാസാക്കി. ഒരു കൂസലുമില്ലാതെ റൂമിലേക്ക് കയറിപ്പോയി. ലക്ഷ്മി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കുന്നുണ്ട്. എന്താ മോളെ, നീ കള്ള് കുടിച്ചോ? അച്ചമ്മ തമാശ പോലെ ചോദിച്ചു. അവൾ വിരൽ കടിച്ചു. നാണം നിറഞ്ഞ തുളുമ്പിയ മുഖം അവളുടെ ചുവന്ന തുടുത്ത കവിളിൽ പതിയെ തഴുകി. എൻ്റെ മോളെ, ദേ ഈ ചായ എങ്കിലും കുടിച്ചിട്ട് പോക്. വേണ്ടെൻ്റെ മാമേ, ഇപ്പം തന്നെ ലേറ്റായി. സിദ്ധൂട്ടനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുക. അവനെ ഇന്നും കൂടിയേ കാണാൻ പറ്റൂ. ധൃതിയിൽ ഹാളിലേക്ക് ഓടിയിറങ്ങുമ്പോൾ മുറ്റത്ത് ഒരു കാറ് വന്ന് നിന്നു. അതിൽ നിന്ന് ഇറങ്ങുന്നവരെ കണ്ടതും കീർത്തനയും കരുണാകരനും ഒരുപോലെ ഞെട്ടി. കുഞ്ഞെ, അയാൾക്ക് ഒരു പേടി. ഇതേവരെ ഗസ്റ്റ് ഹൗസിൽ ഇന്ദുജ വന്നിട്ടില്ല. ഈ വരവിൽ എന്തേലും ദുരുദ്ദേശം കാണുമെന്ന് ഒരു തോന്നൽ. ഡോക്ടർ പോകാനിറങ്ങുമായിരുന്നോ? ഇന്ദുജ കനത്തിൽ തന്നെ ചോദിച്ചു. അതെ മാഡം, ഇത്തിരി ലേറ്റാണ്. ഞാനെന്നാ പൊയ്ക്കോട്ടെ. ഞങ്ങൾ നിന്നെ കാണാനാ വന്നത്. കീർത്തി ചിരിച്ചു. എന്നെയോ? വിളിച്ചിരുന്നേൽ ഞാൻ അങ്ങോട്ട് വരുമായിരുന്നല്ലോ മാഡം. അവളുടെ സ്വരത്തിൽ ഒരു കുത്തലുള്ളതായി ഇന്ദുജയ്ക്കും നിധിക്കും തോന്നി. ആ പുറത്ത് കിടക്കുന്ന കാറ് നിന്റെയാണോ? അതെ, ഒട്ടും പതറാതെയുള്ള മറുപടി. 5 ലക്ഷം രൂപ വില വരുന്ന കാറ് വാങ്ങാനൊക്കെ കാശുണ്ടോ? ഇന്ദുജ അവളെ ചുഴിഞ്ഞു നോക്കി. ഒരു സാധാരണ കാർ ഡ്രൈവർ വ്യാസൻ്റെ മകളാ ഞാൻ. 5 ലക്ഷം രൂപ പോയിട്ട് 1 ലക്ഷം എൻ്റെ കയ്യിലില്ല. ഇത് എൻ്റെ ഫിയാൻസി എനിക്ക് വാങ്ങി തന്നതാ. ഈ ഒരു വാക്കിന് വേണ്ടിയാണ് അവർ അങ്ങനെ ചോദിച്ചതെന്ന് കീർത്തിക്ക് മനസ്സിലായി. ഫിയാൻസി? ഹു ഈസ് ഹി? ഇന്ദുജയിൽ ഒരു പുച്ഛമാണ്. വർമ്മ സാറിൻ്റെ മൂത്ത മകൻ അഥർവ് വർമ്മ. ഒരു ഞൊടി പോലും താമസിയാതെ അവളും മറുപടി കൊടുത്തു. ഇന്ദുജയുടെ അട്ടഹാസം മുഴങ്ങി. കരുണാകരന് വല്ലാത്ത ഭയം തോന്നി. പക്ഷെ കീർത്തി കാരിരുമ്പ് പോലെ നിന്നു. വർമ്മ സാർ മാത്രം വിചാരിച്ചപ്പോൾ ഉണ്ടായതല്ല അഥർവ് വർമ്മ. അവൻ്റെ മമ്മ ഞാനാ. നീ അവൻ്റെ ആവണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കും ഉണ്ട്. ഇന്ദുജയേക്കാൾ ഉച്ചത്തിൽ കീർത്തി ചിരിച്ചു. നല്ല തമാശ. എൻ്റെ ആദുവിന് അമ്മയും ഉണ്ടോ? എന്നാ ഈ ബോധമുണ്ടായത്? ഇന്നോ ഇന്നലെയോ? നിങ്ങൾ അമ്മയാണോ? എനിക്കെന്തോ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് മാഡം. ഡി ഇന്ദുജ അവൾക്ക് നേരെ ചീറി അടുത്തു. ഭർത്താവുമായി പിണങ്ങി നിങ്ങൾ അഫിയെ മാത്രം കൊണ്ടുപോകുമ്പോൾ എൻ്റെ ആദു എന്തുമാത്രം കരഞ്ഞു. പക്ഷെ അത് ഈ ജന്മം കൊണ്ട് മാത്രം
അമ്മയായവർക്ക് വേണ്ടിയല്ല, കൂടെ ഉണ്ടായിരുന്നവനെ പിരിച്ചുകൊണ്ട് പോയതിന്. അന്നവനെ ചേർത്ത് പിടിച്ചതും ചിരിപ്പിച്ചതും ഈ ഞാനാ. നിങ്ങളുടെ ഉത്തരവാദിത്തം അത് ഞാൻ വൃത്തിക്ക് ചെയ്തു. അതുകൊണ്ട് എൻ്റെ ആദുവിനെ ദേ ഈ പിശാചിന് വിട്ടുകൊടുക്കണമെങ്കിൽ കീർത്തന രണ്ടാമതൊന്നുകൂടി ജനിക്കണം. ഇനി രണ്ടും ഇവിടെ ഇരുന്ന് സമയം കളയണ്ട, പോകാൻ നോക്ക്. അവൾ കാറിൻ്റെ കീ കയ്യിലിട്ട് കറക്കി. പിന്നെ അഭിമന്യു തൊണ്ടയിൽ കുത്തിപ്പിടിച്ചതേയുള്ളൂ. ഇത് അവൻ്റെ മമ്മയല്ലേ, തെറ്റാണ്. പക്ഷേ ഞാൻ ചെയ്യും. എനിക്ക് ആ പാവം കിട്ടില്ല. ഈ മാഡം എൻ്റെ ആരുമല്ല. എനിക്കിഷ്ടമല്ല നിങ്ങളെ. ഒരു പുച്ഛച്ചിരിയായിരുന്നു അവളുടെ ചുണ്ടിൽ. നിധി വായ പൊളിച്ചിരുന്നു. കീർത്തി അവളുടെ താടിയലിൽ ശക്തിയിൽ തട്ടി. അയാമേ ഡോക്ടർ, ആ പ്രൊഫസർക്ക് സ്വന്തം. എൻ്റെ ആദുവിന് വേണ്ടി മത്സരം വേണ്ട, നീ തീരും. ഹോസ്പിറ്റലിൽ പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറി. അഫിയുടെ നിർദ്ദേശപ്രകാരം മാധവന് മുണ്ടും ഷർട്ടും സെലക്ട് ചെയ്യുവാണ് ലക്ഷ്മി. ഓരോന്നിൻ്റെയും വിലയാണ് അവൾ ആദ്യം നോക്കിയത്. അഫി അവളെ പിടിച്ച് അവിടെ കണ്ട ചെയറിലായിരുത്തി. അച്ഛൻ്റെ സൈസ് 38 അല്ലേ, ഞാൻ നോക്കാം. എൻ്റെ പൊന്നുമോള് റെസ്റ്റ് എടുത്തോ. സിദ്ധുവിനും മുണ്ടും ഷർട്ടുമാണ് എടുത്തത്. സാരി സെക്ഷൻ 2nd ഫ്ലോറിലാണ്. അവർ ലിഫ്റ്റിൽ കയറി. എന്തിനാ അഫി ഡ്രസ്സൊക്കെ? ഞാൻ ആ വീട്ടിലെ മരുമകനാണ്. ആദ്യമായി വരുമ്പോൾ ഇങ്ങനെയൊക്കെ ഇല്ലേ, ഡാഡി പറഞ്ഞതാ. ലക്ഷ്മി തലകുലുക്കി. അച്ചമ്മയ്ക്ക് നേരിത് സെറ്റും മുണ്ടും എടുത്തു. ഒരു വീതി കൂടിയ കസവുള്ള സെറ്റ് സാരി, അതിൽ ഉണ്ണിക്കണ്ണൻ്റെ പ്രിൻ്റുണ്ട്. അഫി പുഞ്ചിരിയോടെ ലക്ഷ്മിയിലേക്ക് ചാരി നിന്നു. ഇഷ്ടായോ? ആർക്കാ? എനിക്കാണോ രാവണ? അവൻ മൂളി. ഷോപ്പിംഗ് കഴിഞ്ഞിറങ്ങുമ്പോൾ 11 മണിയായി. ഹോസ്പിറ്റലിലെത്തി കാറിൽ നിന്ന് ഇറങ്ങിയതും കീർത്തിയുടെ കോൾ വന്നു. അഫി, നിങ്ങൾ എത്താറായോ? ഹാ, എത്തി. ഡിസ്ചാർജ് എല്ലാം കഴിഞ്ഞതുകൊണ്ട് തന്നെ അഫി ഡോക്ടറെ കയറി കണ്ടു. സിദ്ധുവിൻ്റെ മുഖത്ത് 100 വാട്ടിൻ്റെ ബൾബ് കത്തി ജ്വലിച്ചങ്ങനെ നിൽക്കുന്നുണ്ട്. അവനെ വീൽ ചെയറിൽ ഹോസ്പിറ്റലിന് പുറത്ത് കൊണ്ടുവന്നത് അഫിയാണ്. ആ സ്നേഹം കാണുമ്പോൾ മാധവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ലക്ഷ്മിക്ക് പിന്നെ അറിയാം, അവൻ ഇന്നലെ പറഞ്ഞതാണ് അച്ഛനോളം സ്ഥാനമെന്ന്. അഭിമന്യുവെന്ന വ്യക്തിയോട് ആ സമയം തോന്നിയത് പ്രണയം മാത്രമല്ല. കാറിൻ്റെ സൈഡ് വിൻഡോ വഴി സിദ്ധു കീർത്തിയുടെ കയ്യിൽ പിടിച്ചു. ചേച്ചി എന്നാ വീട്ടിൽ വരിക? സങ്കടത്തോടെ അവൻ്റെ മുഖം മങ്ങിപ്പോയിരുന്നു. ഉടനെ എൻ്റെ അനിയൻകുട്ടനെ കാണാൻ ആദുവിനെയും കൂട്ടി വരാം. അവളും വിങ്ങി പൊട്ടുന്നുണ്ട്. കരയണ്ട, എൻ്റെ സീതേച്ചിയെപ്പോലെ തന്നെയാട്ടോ. അമർത്തി പിടിച്ച തേങ്ങൽ പുറത്തേക്ക് ഉയർന്നു. ലക്ഷ്മി അവളുടെ തോളിൽ പിടിക്ക് മുന്നേ അഫിയുടെ കൈ അവിടെ പതിച്ചിരുന്നു. സീത, നീ കയറിക്കോ, എനിക്ക് ഇവളോട് ഒരു കാര്യം പറയാനുണ്ട്. അഫി കീർത്തിയുടെ കയ്യിൽ പിടിച്ച് കുറച്ച് മാറി നിന്നു. മമ്മ നിന്നെ കാണാൻ വന്നോ? ഇല്ല. എന്താ അഫി? അവൻ അവളെ ചുഴിഞ്ഞു നോക്കി. കരുണം മാമ വിളിച്ചിരിക്കുമല്ലേ, വീട്ടിൽ ചെല്ലട്ടെ. എന്നെ ആരും വിളിച്ചിട്ടില്ല. പക്ഷേ എനിക്കറിയാം ഇനി ആദിക്ക് വേണ്ടി പോര് നടക്കുമെന്ന്. ഇന്ദുജ പറഞ്ഞ കാര്യങ്ങളെല്ലാം അഫിയോട് അവൾ പറഞ്ഞു. ഇന്ദ്രൻ, അവനെ ഒന്ന് സൂക്ഷിക്കണം. ഞാൻ വരുന്നത് വരെ മാത്രം. അവൾ പുഞ്ചിരിച്ചു. പോട്ടേടി. അവൻ കവിളിൽ തട്ടി. ഇതാദ്യമായാണ് അഫി ഇങ്ങനെ പെരുമാറുന്നത് എന്ന് കീർത്തി ഓർത്തു. രാത്രി സിദ്ധുവിന് ഫുഡ് കൊടുക്കാനായി ലക്ഷ്മി അവൻ്റെ റൂമിലേക്ക് കയറിപ്പോയി. അങ്കിൾ, അഫി വിളിച്ചു. എന്താ മോനെ? നാളെ അവർ പോകുന്ന കാര്യം പറയാനാവും എന്നൊരു വെപ്രാളമാണ് മാധവനിൽ. അവൻ പോക്കറ്റിൽ നിന്നും ഒരു ജുവൽ ബോക്സ് എടുത്തു മാധവൻ്റെ കയ്യിൽ കൊടുത്തു. അയാൾ അത് തുറക്കുമ്പോൾ അച്ചമ്മയും അതിലേക്ക് എത്തി വലിഞ്ഞു നോക്കി. നല്ല കട്ടിയുള്ള മാലയും ഒരു കുഞ്ഞ് ആലില താലിയും. ഇത് ഇവിടെ അടുത്ത് ഏതേലും ക്ഷേത്രത്തിൽ കൊടുത്ത് പൂജിക്കണം. എനിക്ക് അവളെ താലി ചാർത്തണം, എത്രയും പെട്ടെന്ന്. പിന്നെ തിരികെ പോകണം. അച്ചമ്മയ്ക്ക് സന്തോഷം സഹിക്കാൻ പറ്റുന്നില്ല. സീത ഇപ്പോൾ അറിയണ്ട. അവൻ്റെ ഉള്ളിലെ അവളോടുള്ള സ്നേഹം അത് ഓരോ വാക്കിലും ഒഴുകി ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും ചോറാണ്. അവൻ്റെ പ്ലേറ്റിൽ 2 ചപ്പാത്തിയും ചിക്കൻ എരിവ് കുറച്ച കറിയും പകർന്നു. നീ കഴിക്കുന്നില്ലേ സീത? അച്ഛനും അച്ഛമ്മയും ഉണ്ടെന്ന് അവൻ ആ നിമിഷം മറന്നുപോയി. അവളുടെ കയ്യിൽ പിടിച്ച് അടുത്തിരുത്തി. കഴിക്ക്. ലക്ഷ്മി വായ തുറന്നു. 2 പേരുടെയും കണ്ണുകൾ ആ നിമിഷം ഒന്നായി ചേർന്നു. അച്ഛമ്മയും മാധവനും പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോയി. ലച്ചുമ, ആർദ്രമായ അവൻ്റെ വിളി. എന്താ ഫി? സീത. വീണ്ടും എന്തോ പ്രതീക്ഷിക്കുന്നുണ്ടവൻ. എന്താ രാവണ? അവൾ എഴുന്നേറ്റു.
അഫി പോയി കിടന്നു. ഞാൻ ഈ പാത്രങ്ങൾ കഴുകി വെച്ചിട്ട് വരാം. വേണ്ട, ഞാനും വരാം. ഇവിടെ വന്നിട്ട് കിച്ചൺ കണ്ടിട്ടില്ല. അവൾക്ക് ഒരു പരവേശം. കുഞ്ഞടുക്കളയാണ്. അവരുടെ വീടിൻ്റെ അടുക്കള പോലെയൊന്നും അല്ല. നിന്റെ സങ്കടം എനിക്ക് മനസ്സിലാവും സീത. അടുക്കളയിലേക്ക് കയറി. ലക്ഷ്മി പാത്രങ്ങൾ കഴുകി വയ്ക്കുന്നുണ്ട്. അവൻ്റെ കണ്ണുകൾ അവിടെ മാകെ ഓടി നടന്നു. കുഞ്ഞൊരു റൂമാണ്, പക്ഷെ എല്ലാറ്റിനും അടുക്കും ചിട്ടയും ഉണ്ട്. അവൻ അവളുടെ പിന്നിൽ ചേർന്ന് നിന്നു. ലക്ഷ്മി കൈ കഴുകി തിരിഞ്ഞു. അഫി, എനിക്കൊന്ന് മേലിൽ കഴുകണം. ഉമ്മറത്തിരിക്കുവോ? പെട്ടെന്ന് വരാം. അവളുടെ മേൽചുണ്ടിൽ വിയർപ്പ് കണങ്ങൾ പറ്റി പിടിച്ചിരിക്കുന്നു. അവൻ ചിണുങ്ങുന്നുണ്ട്. ഒറ്റയ്ക്ക് പോകാൻ പേടിയാണേൽ ഞാനും വരാം സീത. എൻ്റെ രാവണൻ ആള് കൊള്ളാലോ. അതിവിടെ വേണ്ടാട്ടോ. ശരി, ഇവിടെ വെച്ച് വേണ്ട, നമ്മുടെ വീട്ടിലാകാലോ. അതിന് ലക്ഷ്മിയൊന്നും മിണ്ടിയില്ല. ഇന്നിനി ഒന്നും വേണ്ട. അഫിയെ കെട്ടിപ്പിടിച്ച് നിന്നു നിമിഷങ്ങളോളം. അഫി, നമ്മൾ എന്നാ പോവുക? നാളെ എന്തായാലും ഇല്ല, അതിൻ്റെ പിറ്റേന്ന്. പിന്നെ പോകുമ്പോൾ ആ സാരി ചുറ്റിക്കോ. ഇവിടെ അടുത്ത് ഒരു ക്ഷേത്രം കണ്ടു. നമുക്ക് അവിടെ കയറി തൊഴുതിട്ട് പോകാം. അവൾ മൂളി. മനസ്സിൽ ഒരു മോഹമുണ്ട്. അത് അവനോട് പറയാനും കഴിയുന്നില്ല. അഫി മിഴികൾ ഉയർത്തി. ഇനി നീ വരുമ്പോൾ ഇവിടെ ഈ വീടുണ്ടാവില്ല. ചെക്കൻ വളർന്നു വരുവല്ലേ. അച്ഛനും അച്ഛമ്മയും പ്രായം ചെന്നു വരുന്നു. ടോയ്ലറ്റ് പുറത്ത്. രാത്രിയായാൽ എന്താ ചെയ്യുക? ഇടയ്ക്ക് നമ്മൾ ഇവിടേക്ക് വരുമ്പോൾ എൻ്റെ സീതക്കുട്ടിക്കും ബുദ്ധിമുട്ട്, കൂടെ എനിക്കും. അവൻ്റെ ചുണ്ടിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കണ്ണുകൾ മുറുകെ അടച്ചു. ഒരു തരം തണുപ്പ് ഉടലിനെ പൊതിയുന്നു. അവൾ കുറുകി. ആ ശബ്ദം പോലും അവനിലെ രാവണനെ ഉണർത്തി.